ഹായ് ഹലോ ഫാമിലീസ് എല്ലാവർക്കും കേതിൻ്റെ ഏതിൻ തുടർന്നിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഓണമൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് ഓണം റെസിപ്പികളും തുടങ്ങണ്ടേ. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണത്തിന്റെ ഫസ്റ്റ് ഓണം റെസിപ്പിയാണ് 2 മിനിറ്റിനുള്ളിൽ അടിപൊളി ബീട്രൂട്ട് പച്ചടി. തേങ്ങ തിരിങ്ങണ്ട, വറക്കണ്ട, അരയ്ക്കണ്ട, ഒന്നും വേണ്ട. 3 ഐറ്റംസ് കൊണ്ട് ഞൊടിയിടയിൽ അടിപൊളി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ളത് ഈ 3 ഇൻഗ്രീഡിയന്റ് ആണ്. അതായത് ബീട്രൂട്ട്, നല്ല കട്ട തൈര്, കടുക് ചതച്ചത്. ആദ്യം തന്നെ നമ്മുടെ ബീട്രൂട്ടിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ആ ടൈമിൽ നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് നല്ല നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. കറിവേപ്പില ചൂടായി ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത്, അതായത് ഈ ടെക്സ്ചറിൽ വേണം അരച്ചു വെക്കാനായിട്ട്. ഒരുപാട് തരിതരിപ്പൊന്നും വരരുത്, ഒരുപാട് പേസ്റ്റ് ആവുകയും ചെയ്ത് ഈ ഒരു ടെക്സ്ചറിൽ അരച്ച ബീട്രൂട്ട് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കരിച്ചു കൊടുത്തി കളയരുത് കേട്ടോ. മീഡിയം ടൈപ്പിൽ 2 ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ബീട്രൂട്ടിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർത്തത്. പിന്നെ കുറവുണ്ടെങ്കിൽ നമുക്ക് തൈരൊക്കെ ചേർത്ത് കഴിഞ്ഞ് വീണ്ടും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കടുക്, അരച്ചല്ല ചതച്ച് വെച്ചിരിക്കുന്ന കടുകും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കടുക് ചേർത്തതിന് ശേഷം നന്നായി തത്തിപ്പൊത്തി വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് 1 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ച് തണുത്ത ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക. അങ്ങനെ തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്, കുറവുണ്ടെങ്കിൽ. നമ്മൾ തേങ്ങയും ജീരകവും അരച്ചതോ മറ്റൊന്നും ചേർക്കുന്നില്ല. ഓൺലി 3 ഇൻഗ്രീഡിയൻസ് മാത്രം. പച്ചരിയുടെ കളറൊക്കെ മാറി വന്ന കണ്ടില്ലേ? ഇത് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ 2 മിനിറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ താളിച്ചു കൊടുക്കാം കേട്ടോ. താളിച്ചു കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 3-4 കാന്താരി ഇടുക. ഈ കാന്താരി ഇടേണ്ടത് കൊണ്ടാണ് ഞാൻ നേരത്തെ പച്ചമുളകൊന്നും ആഡ് ചെയ്യാണ്ടിരുന്നത്. പച്ചമുളക് ആഡ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ബീട്രൂട്ടിന്റെ കൂടെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും, നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് താളിച്ചൊഴിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണം സ്പെഷ്യൽ പച്ചടി. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിന്റെ കളറൊക്കെ കണ്ടില്ലേ? കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നും. കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഈ കാന്താരി ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ എന്നെ ചലഞ്ച് ചെയ്തോളൂ. 2 മിനിറ്റ് മാത്രം മതി ഈ ഒരു അടിപൊളി പച്ചടി തയ്യാറാക്കാനായിട്ട്. ഓണത്തിന് മസ്റ്റ് ട്രൈ ആണ്. കാര്യം പെട്ടെന്നായിട്ട് ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഓരോ ഐറ്റം ആണ്. ഓണത്തിന് മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഇത് ഫീഡ്ബാക്ക് അറിയിക്കണം. കമന്റ്സ് ആയിട്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോവാലോ. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ ഓണം റെസിപ്പീസ് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പാലടയുടെയും അടപ്രഥമന്റെയും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. എല്ലാവർക്കും ഹാപ്പി ഓണം.